അയ്യോ ഇല്ലിക്കല്ല് കയറാൻ പോവാണ്. അത് വ്യൂ കണ്ടോ? ചെറിയ റൂട്ടാണ്, കയറുന്നതേ ഉള്ളൂ. ചെറിയ റൂട്ടാണ്, മേലോട്ട് പോട്ടെ. കാണുമായിരിക്കും. താഴെ ചോദിച്ചപ്പം 1 മണിക്കൂർ അങ്ങോട്ട് മേലോട്ട് നടക്കണ്ടെന്ന് പറഞ്ഞു. സോ 1 മണിക്കൂർ മേലോട്ട് നടന്നു നോക്കാം. നല്ല വ്യൂസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഒത്തിരി പേര് പറഞ്ഞു നല്ല വ്യൂ ഉണ്ടെന്ന്. സോ നോക്കാം. എന്തായാലും മേലോട്ടല്ലേ പോകുന്നത്. മേളിൽ നിന്നിട്ട് ബാക്കി അയ്യോ സൈക്കിളിൽ വന്നതിനെ കാട്ടി പാടാ മല കയറാൻ മുടിഞ്ഞ പാടാ. അണച്ച് വാരി വയ്യ. അയ്യോ ചെറിയൊരു തണൽ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചു. താൻ അവിടെ ഇരിക്കും. നോക്ക്. അയ്യോ ഞാനോട്ട് കിടക്കുക. ആൾക്കാർക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനി മേളിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. പിന്നെ എന്തൊരവസ്ഥ. സൈക്കിളോട്ട് നിന്നെ കെട്ടിയിട്ട് പോവാ. ട്രക്കിങ് പാട്. എൻ്റെ പൊന്നെ, ട്രക്കിങ് ചെയ്യുന്നവരെ സംഭവിക്കണം. അത് ഇത്രയും തോളത്ത് ബാഗിട്ട് ചൈത്രനൊക്കെ എങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കരം. എന്തായാലും കൊള്ള സംഭവം. അടിപൊളി. നേരിട്ടൊന്ന് കാണണം. ഈ ട്രക്കിങ്ങൊക്കെ കയറാൻ പറ്റുമോ കയറണം കേട്ടോ. ഇതൊക്കെ ഉള്ളൊരു രസം. എന്ത് രസം. ഇങ്ങനെ കിടക്കുമോ മലയങ്ങ്. ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്തിനു ജീവിക്കുമോ. കൊള്ളാം. അടിപൊളി. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അയ്യോ അത്രയും കയറി. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. പക്ഷേ ഹൈക്കിങ് നമ്മൾ പറയുന്നില്ലല്ലേ. വൻ വിഷയമാണ് ഹൈക്കിങ് കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് കയറി പോകാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. ഒടുക്കത്തെ പാടാന്ന് കയറാൻ. തിരിച്ചിറങ്ങുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് തലയിറങ്ങും. എന്തോന്നിത്. ഇത് പറഞ്ഞാൽ ശരിയാ. 1 മണിക്കൂർ എടുക്കും മേളിൽ ചെല്ലാൻ. ആ 1 മണിക്കൂറിൻ്റെ അത്ര നടക്കുന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടായാൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ. എന്തുവാ ഇത്. ഹൈക്കിങ് ചെയ്യുന്നവർ സമ്മതിക്കണം. എൻ്റെ പൊന്നെ. കയറി വന്ന കൂട്ടുണ്ടോ. അയ്യോ രക്ഷയില്ല മോനെ. ഒക്കെ എല്ലാവരും കാണണ്ടേ ഒന്ന്. ഇരുട്ട് പെട്ടെന്ന് നോക്കാൻ വയ്യ. ഓക്കെ വ്യൂസ് അടിപൊളി. മക്കള് കയറട്ടെ. ഇതുകൊണ്ടോ വരുന്ന വഴിക്കൊരു ഗുഹ ഉണ്ട്. കുട്ടേട്ടാ ഓക്കെ. എന്തൊരു രസം. ഒടുക്കത്തെ തണുപ്പ്. മൊത്തം മറ്റേ ബാമ്പുവാണ്. സോ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. അടിപൊളി. തൊണ്ട വരണ്ടിട്ടേ തൊണ്ടയ്ക്കത് ഇങ്ങനെ നാക്ക് നിന്നിങ്ങനെ കൊള്ളുന്നു. എൻ്റെ പൊന്നെ. ഇച്ചിരി ഉള്ളൂ, കുറച്ചൊരു അതുകൂടെ കയറട്ടെ. കയറിയിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാം.
അതങ്ങ് കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അടിപൊളി ബാക്ക് സൈഡ്. ഓ അവിടെയും കയറാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഏത് വഴി കയറുന്നില്ല. ചോദിച്ചു. ഓ എൻ്റെ പൊന്നെ, എന്ത് ഇവിടെ ഇത്. ഓ നിരങ്ങി അവിടെ പോവാ. എൻ്റെ ആളിയാ യു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത യു. വേർത്തിട്ട് നേരെ വരെ വന്നതിന് വേർത്തിട്ട്. അതെ, ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് അതേ കണക്കിനുള്ള വ്യൂ. ഓഫ് അടിപൊളി. ഓ നമുക്ക് കണ്ട എന്ത് രസമോടെ കാണാൻ. ഓ അവിടെ ഇപ്പോൾ ഭയങ്കര സുഖമായിട്ടിരിക്കാം. ഇതിലേക്ക് നാച്ചുറൽ AC എന്നൊക്കെ പറയത്തില്ല, ആ ഒരു സംഭവം. ഓ അടിപൊളി. ഇതൊക്കെ സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വെറുതെ വീട്ടിൽ ഇരുന്ന് 4 ചവരം കണ്ടിരുന്നാൽ പറ്റത്തില്ല. നമ്മൾ ഇറങ്ങി ഇതിനൊക്കെ ചെയ്യണം, സമയം കണ്ടെത്തണം. എല്ലാവരും ഓരോ എക്സ്ക്യൂസസ് പറയും, പക്ഷേ ഇതിൻ്റെ ഇടയിലെല്ലാം ഓരോരുത്തർക്കും പല സമയങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ കണ്ടെത്തി ചെയ്യണം. മനസ്സിലായി? നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ വേറെ ആരെല്ലാം കണ്ടെത്തും. സോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ആദ്യമൊന്നും എനിക്കൊരു ഗോളോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് ഐ വാണ്ട് ടു ഇൻസ്പയർ സമ്മൺ. ഒരാളെങ്കിലും ഞാൻ കാരണം ഇൻസ്പയർ ആവുമെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പം ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് വേറെ ആളെ വെറുപ്പിച്ചുകൊണ്ട് അല്ലെ വേറെ ആളെ കാണിക്കാൻ വേണ്ടിയല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷം അതാണ് വലുത്. മനസ്സിലായി? ഞാനിപ്പോൾ ഹാപ്പിയാണ്. സോ എല്ലാവരും ഹാപ്പി ആവുക. സോ ഇഫ് സമ്മൺ ഈസ് ഗെറ്റിംഗ് ഇൻസ്പയർഡ് ബൈ മീ, ദെൻ ഐ എം വെരി ഹാപ്പി. ഐ എം ടോട്ടലി ഹാപ്പി. ഞാൻ പറഞ്ഞില്ല, നോ റിഗ്രറ്റ് ഇൻ ലൈഫ്. അതാണ് വേണ്ടത്. നമ്മൾ ചെയ്യാനുള്ള കാര്യം അപ്പം തന്നെ ചെയ്യുക, തീർക്കുക. സോ ദർ ഷുഡ് ബി നോ റിഗ്രറ്റ്. സോ അത് മാക്സിമം എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗെറ്റ് ഇൻസ്പയർഡ്. പിന്നെ ബി സമ്മൺസ് ഇൻസ്പിറേഷൻ. അങ്ങനെ ആവണം. മനസ്സിലായില്ലേ? സോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാനിവിടുന്ന് ചെറുതെ നീങ്ങാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുക. കൊള്ളാടെ വൈബ്സാണ്. ആരില്ല, പീസ് ഓഫ് മൈൻഡ്. വെരി ഗുഡ്. അങ്ങനെയാണോ? പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യണം. അത് ആരെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിലോട്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടേ. ഒരു 100 കിലോമീറ്ററിൻ്റെ അകത്ത് വേണം. 100 കിലോമീറ്റർ മേളിലോട്ട് പോകരുത് ഡെസ്റ്റിനേഷൻ. സോ ഞാൻ ചിലപ്പം പോയ സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ മെൻഷൻ ചെയ്യുന്നത്, പക്ഷേ എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ കമൻറ്റിൻ്റെ താഴെ പറയാൻ ശ്രമിക്കുക. നോക്കട്ടെ, എനിക്ക് പോകാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ അവിടെ ഇതാക്കും. ഇതേക്ക് എന്താ പറയുന്നത്, ഇന്നയാൾ പറഞ്ഞിട്ടാണ് ഞാൻ പോയെന്ന് പറഞ്ഞിരിക്കും. സോ കമൻറ്റിൽ ആരെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പറയുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പം നോക്ക്, ഒരു 100 കിലോമീറ്റേഴ്സിൻ്റെ അകത്ത് പറ്റുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനിനി താഴോട്ട് ഇറങ്ങട്ടെ. ഇനിയും എൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഇല്ലിക്കല്ല് മാത്രമല്ല കേട്ടോ, തിരിച്ച് ഒരു ഇരുട്ടാവുന്നതിന് മുമ്പ് വീട് പറ്റണം എന്നുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നു. പക്ഷെ നടക്കുമോ അറിയത്തില്ല. ബിക്കോസ് എന്താണെന്നറിയാം, ഞാനിപ്പം 1:45 ഇപ്പോൾ ഓൾറെഡി. ഇപ്പോൾ ഞാൻ താഴെ ഇറങ്ങുമ്പോൾ എന്തായാലും 2:15 അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഫുൾ ഇറക്കമാണ്. സോ ഇറങ്ങി താഴോട്ട് പോയി എന്തായാലും ഒരു 10 കിലോമീറ്റർ ഫുൾ ഇറക്കം. അതും കുട്ടിക്കാനത്തെ കൂട്ടുള്ള ഇറക്കമല്ല. ദിസ് ഈസ് വെരി ഡേഞ്ചറസ് ഇറക്കം. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോപ്പ് ഭയങ്കര കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ല 80 ഡിഗ്രി അല്ലെങ്കിൽ 70 ഡിഗ്രി സ്ലോപ്പാണ് മൊത്തം വരുന്നത്. സോ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ലോപ്പാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് പോകണം. സോ ചെറിയ പോകാനും പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലേറ്റ് ആവും. പക്ഷേ ഞാൻ മാക്സിമം ശ്രമിക്കും. ബിക്കോസ് അടിപൊളി റോഡാണ്. കാഞ്ഞിരപ്പള്ളി റോഡ് അടിപൊളിയാണ്. അതൊരു രക്ഷയില്ല. ഇങ്ങോട്ട് ചവിട്ടി വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഇല്ലിക്കൽ സുഖമായിട്ട് ചാടാൻ പറ്റുന്നു. പക്ഷേ കാഞ്ഞിരപ്പള്ളി റോഡ് ഈസ് ഗംഭീര റോഡ്. നമുക്ക് സുഖമെന്ന് വെച്ചാൽ എന്ത് സുഖം ചവിട്ടാണെന്ന് അറിയാം. സത്യമായിട്ട് ഞാൻ ഇത്രയും ചവിട്ടിയിട്ട് എനിക്ക് ഈ റോഡ് അടിപൊളി. പ്ലെയിനായിട്ട് വലിയ കയറ്റമോ ഒന്നുമില്ല, വലിയ കയറ്റങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ സ്ലോപ്പും കാര്യങ്ങളും. അതൊക്കെ നമുക്ക് സുഖമായിട്ട് ചവിട്ടി കയറാവുന്നേ ഉള്ളൂ. പിന്നെ വരുന്ന വഴിയിൽ
ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കിളിസ്റ്റിനെ കണ്ടു. പിന്നെ അതേപോലെ തന്നെ വേറെ 2 പേരെ കണ്ടു. ആരും നിർത്തി സംസാരിച്ചൊന്നുമില്ല, എല്ലാവരും കൈ പൊക്കി കാണിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം അവരാരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വരിക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എന്നെ ഒന്ന് മെസ്സേജ് ഇടുക. ബിക്കോസ് ഐ എം ലുക്കിംഗ് ഫോർ എ കമ്മ്യൂണിറ്റി. ഇങ്ങനെ ട്രിപ്പ് പോകുന്ന കമ്മ്യൂണിറ്റീസ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കുക.